Hey guys, welcome back to our channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോളിലേക്ക് പോകാൻ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്താണ് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോവാം എന്നുള്ളത്. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ട്രാവൽ ഹോളിക്കാണെന്ന് വിചാരിക്കോട്ടെ. പക്ഷേ അല്ല ഗൈസ്, എനിക്ക് ട്രാവലിംഗ് പൊതുവേ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ട്രാവൽ സിക്നസ് ഉള്ളതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മടിയുള്ളൊരു വ്യക്തിയാണ് ഗൈസ്. പിന്നെ അതിരപ്പള്ളിയാണ്, അതുപോലെ 2 വീലർ ആയതുകൊണ്ട് മാത്രമാണ് ടു മച്ച് ഓഫ് കിലോമീറ്റർ ഇല്ലാത്തതുകൊണ്ട് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ദേ അവിടെ നമ്മുടെ പാലമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു 11:45 12 o'clock ഒക്കെ ആയിരുന്നു തോന്നട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ കുറേ ക്ലിപ്പൊന്നും നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നിട്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഷോർട്സ് ആയിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. അങ്ങനെ നിക്കിബി ഇതേ ഇവിടെ വൈബ് അടിച്ചത് നിക്കിബി പോകാൻ കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ 2 വീലർ ആയത് കാരണം ഞാൻ ടയേർഡായിരുന്നില്ല. നേരെ മറിച്ച് കാറിലോ യൂബറിനോ വരുവാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ടയേർഡായി പോയാനായിരുന്നു. അങ്ങനെ നമ്മളിതേ ഇവിടെ ഇറക്കി. അങ്ങനെ ദൈവന് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചത് നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെ നിന്നുണ്ട് സെൽഫീസും വീഡിയോസും കുറേ അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെ അതേ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അതിരപ്പള്ളിക്ക് വിട്ടട്ടെ ഗൈസ്. അങ്ങനെ അതേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നമുക്ക് 1 ക്യൂ ആയിരുന്നേ. അപ്പോൾ അവിടെ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു നമുക്ക് ടിക്കറ്റ് എടുക്കണം അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഇരിക്കാതെ നമ്മൾ അവിടെ നിന്ന് പിന്നതേ നമ്മുടെ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ വന്നപ്പോൾ തന്നെ ഇതേ ഈ ഒരു സീനറിയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ക്രൗഡായിരുന്നു. സൺഡേ ഞാൻ വിചാരിക്കും, പക്ഷേ മടി കാരണം ഇടാൻ പറ്റാറില്ല മിക്കപ്പോഴും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇവരെ ഇവിടെ ഇരിക്കാൻ നേരത്ത് അവന് കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ അവൻ്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് അവനെ കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ വെള്ളത്തിലെടുത്തി കഴിഞ്ഞപ്പോൾ ആൾ എന്താ പറയുക തിരിച്ച് വീട്ടിലേക്ക് വരാൻ. അതുപോലെ ഞങ്ങൾക്ക് വേഗം ഇറങ്ങണമായിരുന്നു. ഞങ്ങളൊരു 1.5 hour അവിടെ സ്പെൻഡ് ചെയ്തുള്ളായിരുന്നു. അത് ഞങ്ങൾ വേഗം ഇറങ്ങിയിരുന്നു. അങ്ങനത്തെ ഇവനെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരുന്നു. ഇവനെ പിടിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ടൈമിലും കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ നമ്മളിതേ ആ ഒരു രീതിയിൽ അവിടെ ഇരുന്നു. പിന്നെ ഞാനും ചുമ്മാ വെറുതെ കാലൊക്കെ ഇട്ടിട്ട് വെറുതെ സ്റ്റേറ്റസൊക്കെ എടുക്കാൻ വേണ്ടി ഇതേ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സാധനത്തിനൊക്കെ കണ്ടിട്ടാ നമുക്ക് ആനേനെയൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ട് ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുരങ്ങൻ നിൽക്കണ്ടായിരുന്നു. നിക്കിവി ആണെങ്കിൽ അപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ നിക്കിവി ഐസ്ക്രീമാണ് അയച്ചത് കുരങ്ങൻ വന്നത്. അതിന് ശേഷം നമ്മൾ തിരിച്ച് വന്ന വഴിക്കാണ് നമ്മളിത് ഈ ആനനെ കണ്ടത് കേട്ടോ. അത് ഈ ആനനെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ പിന്നെ അതിന് നമ്മുടെ ആന അവിടെ ഉള്ളതാണ്. ആ റോഡ് ഭയങ്കര ബ്ലോക്കായിരുന്നു കാരണം ആൾക്കാരെല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. അതുപോലെ തന്നെ ചാനലിലേക്ക് പുതിയതാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്.